നിങ്ങൾ ഹോസ്റ്റലിലോ PG-യിലോ ഫ്ലാറ്റിലോ ഒക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന റൂമിൽ മുന്നേ നിന്നിട്ടുള്ളവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കലുണ്ടോ? അതായത് എങ്ങനെ പോലത്തെ മനുഷ്യന്മാരാക്കാരും നമ്മൾ ഇപ്പൊ നിൽക്കുന്ന റൂമിൽ മുന്നേ നിന്നിട്ടുണ്ടാവുക, അവരുടെ സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളത് അങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി കേട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കും ഇവിടെ മുന്നേ ഉണ്ടായിരുന്നത് ആരായിരിക്കും എന്നുള്ളത്. ഈ കഥയിലെ ക്യാരക്ടറിനെ നമുക്ക് അമർ എന്ന് പറയാം. അമർ എബ്രോഡ് പോയിട്ട് ഒരു 1.5 വീക്ക് ആയിട്ടുള്ളൂ. അത് തന്നെ ഇവന് വർക്കിന് കയറിയിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ. ഇവൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹെൽത്ത് സെക്ടറിലാണ്. ഇവന് വർക്കിന് കയറിയിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവന് ഈ ഫ്ലാറ്റിക്ക്, അതായത് നമ്മളെ കഥ നടക്കുന്ന ഫ്ലാറ്റിക്ക് എത്തിയിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ. ഈ 1 വീക്ക് ഇവന് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു രാത്രി ഇവന് ഈ ഫ്ലാറ്റിൽ നിന്നിട്ടുണ്ടാവില്ല. ഇവന് രാവിലെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും വർക്കിന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവന്റെ നേരെ മുകളിലുള്ള ഫ്ലാറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് ഭയങ്കര നോയ്സ് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുക. അതായത് ഒരു മാരീഡ് കപ്പിൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നത് എപ്പോഴും കേൾക്കുക. എന്നിട്ട് ഇവൻ വിചാരിക്കും ഇവരെ കൊണ്ട് ഭയങ്കര തൊഴിൽക്കേടാണല്ലോ എന്നുള്ളത്. അങ്ങനെ ഇവന്റെ ലൈഫ് ഇങ്ങനെ പോകുന്ന ടൈമിലാണ് ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യുമെന്ന് ചോദിക്കും. അങ്ങനെ ഇവൻ അന്ന് ഡേ ടൈമിൽ വർക്ക് ചെയ്യും. അന്ന് രാത്രിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അതായത് ഇവൻ ആദ്യമായിട്ട് ഈ ഫ്ലാറ്റിൽ നിൽക്കുന്നത് അന്നാണ്. അങ്ങനെ ഇവൻ ആദ്യമായിട്ട് ഈ റൂമിൽ രാത്രി കിടക്കുന്നതാണ്. ഇവൻ കിടന്നിട്ടാന്നുണ്ടെങ്കിൽ എന്നും ഉറങ്ങാത്തോണ്ട് തന്നെ ഇവന് ഉറക്കൊന്നും വരുന്നുണ്ടാവില്ല. അങ്ങനെ ഇവന് കിടക്കുന്ന സമയത്ത് ഇവന് റൂമിൽ വന്ന തൊട്ട് തന്നെ സ്ഥിരം പല്ലവി മുകളിൽ നിന്ന് ഇങ്ങനെ വഴക്ക് കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവന് ദേഷ്യം വന്നിട്ട് പോയി കയറി ചെന്ന് ചോദിച്ചാലോ എന്നൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ ഒന്നാമത്തെ ഇവനൊരു ഇൻട്രോവേർട്ട് ആണ്. പിന്നെ ഇവൻ എത്തിയിട്ട് ആകെ ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. ഇവര് പറയുന്ന വർത്തമാനത്തിന്റെ പകുതി കൂടുതൽ ഇവന് തിരിയുന്ന തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവന് സഹിച്ച് അവിടെ കിടക്കുകയും നല്ല നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കും. അങ്ങനെ രാത്രി ഒരു 12:30 വരെയൊക്കെ ഇവരുടെ തല്ലന്നെ ആയിരിക്കും. 12:30 കഴിയുമ്പോൾ അവിടുത്തെ നോയ്സ് ഒന്ന് തീരും. അങ്ങനെ ഇവൻ കിടക്കും. ഇവൻ കിടന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവന് രാത്രി ഉറങ്ങി ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഇവൻ മേലക്കും നോക്കി ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. ആ ടൈമിൽ ഇവരുടെ നേരെ മുകളിലത്തെ ഫ്ലോർ ഉണ്ടല്ലോ, അവിടെ ഉണ്ടാവും ചെറിയ കുട്ടികളില്ല, ജസ്റ്റ് നടക്കാൻ തുടങ്ങിയ കുട്ടികളുണ്ടാവുമല്ലോ, ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു ചെരുപ്പില്ല. അതായത് ഒരു പി സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെരുപ്പ് ഉണ്ടല്ലോ, ലൈക്ക് അങ്ങനെ പോലെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെരുപ്പില്ല, ആ ചെരുപ്പിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അതായത് അങ്ങനെ ചെരുപ്പിട്ടുകൊണ്ട് ഒരു കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ആദ്യം ഇവൻ ഇങ്ങനെ ആലേക്ക് 1.5 ടൈമായിട്ട് എന്ത് ഈ കുട്ടി ഉറങ്ങാത്തെന്നുള്ളത്. പിന്നീട് ഇവൻ ആലേക്ക് 1.5 ടൈമായിട്ട് കുട്ടി ഉറങ്ങാത്ത പോട്ടെ, ആരെ നട്ടപ്പായിരിക്കും കുട്ടിയൊക്കെ ഈ ചെരുപ്പിട്ട് കൊടുക്കുക എന്നുള്ളത്. അത് ഇവൻ ആലോചിക്കാൻ തുടങ്ങിയത് ഇവർക്ക് ഇങ്ങനെ ലൈക്ക് നമ്മളിങ്ങനെ ഓരോ പടത്തിലും കഥയിലും ഒക്കെ കാണുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലോ, ഓനിതിങ്ങനെ ആലോചിക്കും ഇനി മുകളിലൊരു കുട്ടി ഇല്ലെങ്കിലോ, അങ്ങനത്തെ സംഭവങ്ങൾ ഇവരിങ്ങനെ ആലോചിക്കുക. അങ്ങനെ ഇവൻ കണ്ടിട്ടുള്ള ഫ്ലാറ്റിൽ പ്രേതം വരുന്ന ടൈപ്പ് പടങ്ങളിലെ എല്ലാ സിനാരിയോസും ഇവൻ ആലോചിക്കുക. ഇനിയിപ്പോ ഓന് മുകളിൽ പോയി നോക്കിയാൽ അവിടെ കുട്ടി ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ അവിടെ ആരും ഇല്ലെങ്കിലോ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവന്റെ തലമണ്ടയിൽ ഇങ്ങനെ ഉദിക്കുകയെ.